അപ്പോൾ നമ്മൾ ഇന്നിവിടെ പിടിയും കോഴിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പിടിയും കോഴി ഉണ്ടാക്കാനുള്ള കാരണം ഇവിടെയുള്ളവർക്ക് ഇഷ്ടമാണ്. പണി കൂടുതലായതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കില്ല, വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കും. നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ അധികം പ്രാബല്യത്തിലല്ലെങ്കിലും മറ്റുള്ള ജില്ലകളിൽ ഇത് ഉണ്ടാക്കി കഴിക്കുന്ന നല്ലൊരു വിഭവമാണ്. നമ്മുടെ ഇവിടെ ഇഷ്ടമുള്ളത് കൊണ്ട് ഇന്ന് വലിയ പണി തിരക്കില്ലാത്തത് കൊണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ആദ്യം നമ്മളൊരു ജാറെടുത്തു, മിക്സിയുടെ ചെറിയ ജാറെടുത്തു. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ എന്ന് പറയുന്നത് തൃശ്ശൂർ പറയാൻ നമ്മൾ നാളികേരം, നമ്മൾ നാളികേരം ചെരുകിയത് ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടു. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ അതാണ് ആദ്യത്തെ പരിപാടി. അതായത് പിടി ഉണ്ടാക്കാനുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് പൊടി കുഴയ്ക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന പരിപാടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തു. അത് എന്നിട്ട് നമ്മളൊരു ചരുവത്തിലേക്ക് ഇട്ട് ഇനി അതിലേക്ക് മിക്സ് ചെയ്യാനായിട്ടുള്ള പൊടി എത്രത്തോളം അരിപ്പൊടി വേണമെന്നുള്ളത് നമുക്ക് എത്രത്തോളം ഇത് ഉണ്ടാക്കണോ അതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു 3.5 കപ്പ് അല്ലെങ്കിൽ 3.5 ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിൽ 3.5 ഗ്ലാസ് അരിപ്പൊടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ 3.5 ഗ്ലാസ് അരിപ്പൊടി ഇടുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, ഇതിലും ഉപ്പ് ഇടണം. നമ്മൾ ആദ്യം അരച്ചതിൽ കുറച്ച് ഉപ്പിട്ടു. ഇനി അതുപോലെ തന്നെ ഈ അരിപ്പൊടി മിക്സ് ചെയ്യുന്നതിലും കുറച്ച് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നല്ല ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം, ഇപ്പോൾ കെറ്റിൽ ഓൾറെഡി തിളപ്പിച്ച് വെച്ചു, ആ തിളച്ച വെള്ളം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക. നേരിട്ട് ഒഴിച്ച് വെള്ളം കൂടി പോകാനുള്ള ഇടവരരുത്. ചപ്പാത്തിയുടെ പോലെ നല്ല ടൈറ്റ് ആവരുത്. എന്നാൽ ഇങ്ങനെ വളരെ ബലം കൊടുക്കാതെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ പ്രസ്സായി പോകുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസിയിൽ വേണം. തെറ്റിപ്പോയി ക്ഷമിക്കുക. ആ ഒരു കട്ടിയിൽ വേണം നമ്മൾ ഇതിനെ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, അത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നല്ല ചൂടുണ്ട്. ഇപ്പോൾ തിളച്ച വെള്ളത്തിലാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത്. ആ ചൂട് ആറുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കണം. കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഉരുട്ടിയെടുക്കുന്ന ഉരുളകൾ എന്ത് ചെയ്യണം, നമ്മളൊരു പേപ്പറിൽ കുറച്ച് അരിപ്പൊടിയൊക്കെ വിതറിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കൂട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരിപ്പൊടി വിതറുന്നത്. അങ്ങനെ ആവശ്യത്തിനുള്ള ഉരുളകളാക്കി, എല്ലാതും ഒരുമിച്ച് തന്നെ ഉരുളകളാക്കി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഡ്രൈ ആയി പോകും. അപ്പോൾ അത് നമുക്ക് വീണ്ടും ഉരുളകളാക്കാൻ പറ്റില്ല, പൊടിഞ്ഞു പോകും. പിന്നെ ആ ചൂടിൽ തന്നെ നമ്മൾ അതിനെ ഉരുളകളാക്കുക. വേഗം ചൂടാകുന്നതിന് മുമ്പ് തന്നെ ഉരുളകളാക്കിയിട്ട് ആ ഒരു കടലാസ് ഷീറ്റിലേക്ക്, പേപ്പർ ഷീറ്റിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ ഉരുളകളാക്കിയത് ഇത്രയും ചെറിയ ഉരുളകളാണ് ആക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ കുറച്ച് സമയം വേണം. അപ്പോൾ ആൾക്കാർ എല്ലാവരും കൂടി സഹകരിക്കുകയാണെങ്കിൽ, നമുക്ക് വീട്ടിലുള്ളവർ സഹകരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ പണി കഴിയും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചെരുവം, വലിയൊരു ചെരുവല്ല, നല്ലൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഓൾറെഡി കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് കറിവേപ്പില, നല്ല മണത്തിനും ടേസ്റ്റിനും കൂടിയിട്ടാണ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം നല്ലതുപോലെ തിളയ്ക്കണം. അപ്പോൾ നല്ലതുപോലെ തിളയ്ക്കാൻ, വെട്ടി തിളയ്ക്കണം. ആ വെട്ടി തിളയ്ക്കുന്ന വരെ നമ്മളതിനെ സ്റ്റവിൽ വെക്കും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മൂടി മാറ്റിയിട്ട് ഈ ബോളുകളാക്കി വെച്ചിട്ടുള്ള അരിയുടെ ഉണ്ടകൾ, കുഞ്ഞു ഉരുളകളാക്കി വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് എടുത്തിടാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ചെരിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇതെല്ലാം കൂടി പോയിട്ട് കൂട്ടിപ്പിടിച്ച് ഒരു ഉണ്ടായിട്ട് നിൽക്കും. അപ്പം അത് നമുക്ക് പിടി കഴിക്കുന്നതിനുള്ള മുറിച്ചെടുക്കേണ്ടതൊക്കെ വരും. ഇത് അങ്ങനെ കുഴഞ്ഞ ഇതിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ മണിമണികളായിട്ട് ഓരോന്നായിട്ട് എടുത്തിടാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരിക്കണം. ആ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നു, മൂടി വെച്ച് ആ വെള്ളത്തിൽ ഇരുന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള കട്ടിയിൽ അതിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് തുറന്നു നോക്കുക. അപ്പോൾ അത്യാവശ്യം കട്ടിയായി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആ പിടിയുടെ പണി അവിടെ കഴിഞ്ഞു. അത് മാറ്റി വെച്ചു. ഇനി പിടിയുടെ കൂടെ കഴിക്കുന്നത് നമ്മൾ ചിക്കൻ കറിയാണ്. അപ്പോൾ ആ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നല്ലൊരു പാത്രം, ഒരു ഫ്രൈ പാൻ പോലത്തെ പാത്രം വെച്ചു. അതിലേക്ക് പെരിഞ്ജീരകം, പിന്നെ ഗരം മസാല കൂട്ടുകളായിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പൊടിക്കാതെ അതിലിട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, ഇതൊക്കെ ഇട്ട് നമ്മൾ കോമൺ ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്, ചിക്കൻ കറിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുക. ചെറിയ പച്ചമണം മാറുന്നത് വരെ നമ്മളതിനെ ഇളക്കി കൊടുക്കുന്നു. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വളരെ കനം കുറച്ചരിഞ്ഞിട്ടുള്ള സവാള നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് ഇതുപോലെ നല്ലപോലെ വഴന്ന് വരണം, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം. അപ്പോൾ അതുവരെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് പൊടി കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ബ്രൗൺ ആയിട്ട് മാറും. അപ്പോൾ ഇത് നമ്മുടെ ബ്രൗൺ കളറായി മാറി. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിലാണ് കട്ട് ചെയ്ത് കയറ്റിയിട്ടുള്ളത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ.
അതിനുശേഷം നമ്മൾ ചിക്കൻ മസാല ഒരു 5 സ്പൂണോളം അല്ല ആ പാത്രത്തിലിട്ടുള്ള സ്പൂണോളം 5 എണ്ണം 5-5.5 നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് എന്താണ് ചില്ലി പൗഡർ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ മുളകല്ല, കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. ആ മുളകിന് പ്രത്യേകത നമുക്കറിയാമല്ലോ, എരിവ് കുറവായിരിക്കും, കളർ കൂടുതലായിരിക്കും. നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. 2 സ്പൂൺ അതിലിട്ടു. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇത്തിരി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നല്ലതുപോലെ അതിനെ മിക്സ് ചെയ്യുക. ആ ഒരു എന്താ പറയുക വഴന്ന് വരണം. ആ പൊടികളല്ലാതും നല്ലതുപോലെ വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് അതിൽ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് എല്ലാം നമ്മൾ ആദ്യം വഴറ്റിയെടുത്തിട്ടുള്ള എല്ലാ അതിലേക്ക് അതിനെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യിക്കുക. അതിന് ശേഷം അത് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിന് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത് നമുക്ക് ഗ്രേവി ടൈപ്പാണ് ഇതിലേക്ക് കറി ആവശ്യം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി നല്ലതുപോലെ വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വാടി ഉടഞ്ഞ് കിട്ടിയാലാണ് ടേസ്റ്റ് കൂടുക. അതുപോലെ ഗ്രേവിക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചിക്കൻ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ലപോലെ മസാലയൊക്കെ പുരട്ടി എടുത്ത് 1/2 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ തന്നെ കമത്തരുത്, നമുക്ക് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഇട്ടു. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അത് മസാല എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മാറ്റി വെച്ചിട്ടുള്ളത് കുറച്ച് ബാക്കിയുള്ളത് ഇട്ട് കൊടുത്തു. വീണ്ടും ഇളക്കി കൊടുക്കുക. വലിയ പാത്രമാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ളതെങ്കിൽ കുഴപ്പമില്ല, എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്ക് ഇളക്കാം. ഇത് വലിയ പാത്രമല്ല, ഒരു മീഡിയം പാത്രമാണ്. നമ്മൾ കുറച്ചായിട്ട് ഇട്ട് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. മീഡിയം ഫ്ലെയിമോ ഏത് ഫ്ലെയിമിലായാലും കുഴപ്പമില്ല. നമ്മൾ ഇളക്കി കൊടുക്കാൻ ആൾ അവിടെ അടുത്തുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിം ആയാലും കുഴപ്പമില്ല, ഇളക്കി കൊടുക്കാനുള്ള ആളുണ്ടാവണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ മൂടി വെച്ച് ഇളക്കണം. അല്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിനെ മൂടി വെച്ച് വേവിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ചിക്കൻ കറി അവിടെ വെന്തു. നമുക്കറിയാം, അപ്പോൾ തളയാണെന്ന് നമുക്കറിയാം, അത്യാവശ്യം വെന്തു നല്ല ഇതായിട്ടുണ്ട്. പിടി ഓൾറെഡി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും പിടിയും റെഡിയായി. ഇന്നത്തെ വിഭവം അതൊക്കെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചെയ്യുമല്ലോ അല്ലേ?